നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ദ റൈസ് ഓഫ് നാഷണാലിസം ഇൻ യൂറോപ്പിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ്. പേജ് നമ്പർ 3 എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 3ൽ നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പിക്ചറോട് കൂടിയിട്ടാണ്. അതായത് 1848 ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന ഫ്രാൻസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ചിത്രമായിട്ട് വരച്ചിരിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം? അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്, അതായത് ദ വേൾഡ് മെയ്ഡ് അപ്പ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്, ലോകത്തെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അതൊരു 4 സീരീസ് ആയിട്ടായിരുന്നു. അത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കുക. പിക്ചറിൽ കാണുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നേരെ മാർച്ച് ചെയ്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരുവാണ്. ക്ലിയർ ആണല്ലോ. ഓരോ രാജ്യത്തിലെ ആളുകളും അവരുടെ പതാകയേന്തി അവരുടെ നാഷണൽ കോസ്റ്റ്യൂംസ് ധരിച്ചുകൊണ്ട് ഈ പതാകയുടെ നേർക്ക് വരുന്നു. ഈ പതാകയല്ല, ഈ സ്റ്റാച്യുവിൻ്റെ നേർക്ക് വരുന്നു. ഈ സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റാച്യുവിന് ആദരമർപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവർ ആ സ്റ്റാച്യുവിന് ആദരമർപ്പിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? സ്റ്റാച്യുവിനെ കടന്നു പോകുന്നു. അങ്ങനെ ഓൾറെഡി യുണൈറ്റഡ് സ്റ്റേറ്റും സ്വിറ്റ്സർലാൻഡും ഈ സ്റ്റാച്യുവിനെ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു ലിബറൽ സ്റ്റേറ്റ് ആയി കഴിഞ്ഞു, ഒരു നേഷൻ സ്റ്റേറ്റ് ആയി കഴിഞ്ഞു. എന്നാൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇറ്റലി അതുപോലെയുള്ള കുറേ രാജ്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇവരും എന്തിലേക്കാണ് വരുന്നത്? ഈ പറയുന്ന ഫ്രീഡത്തിലേക്കാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇവരെങ്ങനെയാണ് മാർച്ച് ചെയ്യുന്നതെന്നതിൽ പറയുന്നുണ്ട്. ഒരു ലോങ് ട്രെയിൻ പോലെയാണ് ഇവർ മാർച്ച് ചെയ്യുന്നത്. ഇവർ ഹോമേജുകൾ അർപ്പിക്കുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ആദരം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതിനെയാണ് ഹോമേജ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഈസ് എ യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീഡം ആണ്. ക്ലിയർ ആണല്ലോ. യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീഡം ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റൈറ്റ് ഹാൻഡിലുള്ളത് ടോർച്ച് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ആണ്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്ബോധനത്തിൻ്റെ ടോർച്ചാണ്. എന്നാൽ റൈറ്റ് ഹാൻഡിലുള്ളത് ചാർട്ടർ ഓഫ് ദി മെൻ ആണ്. അതായത് അവകാശങ്ങൾ എഴുതിയിരിക്കുന്ന ചാർട്ടർ ഓഫ് ദ റൈറ്റ് ഓഫ് മെൻ ആണ്. ഇനി പറയുന്ന പോലെ തന്നെ പുരാതന റോമിലെ അടിമകൾ ധരിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ലിബർട്ടാസ് തൊപ്പിയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ധരിച്ചിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടീനെ അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനെ നമ്മൾ പേഴ്സണിഫൈഡ് ചെയ്യുന്നത് ലിബർട്ടി ആസ് എ ഫീമെയിൽ ഫിഗർ ആയിട്ടാണ്. ഓക്കെ, അതും കൂടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് സോറിയോയുടെ ഈ പറയുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ വിഷനാണ്. ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, എന്നാൽ എക്സിസ്റ്റ് ചെയ്യാത്തൊരു സംഭവത്തെയാണ് നമ്മൾ ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. ഉട്ടോപ്യൻ വിഷൻ എന്താണെന്നൊരു ന്യൂ വേർഡാണ്, നിങ്ങളത് നോക്കുക. ഉട്ടോപ്യൻ, എ വിഷൻ ഓഫ് സൊസൈറ്റി ദാറ്റ് ഈസ് സോ ഐഡിയൽ ദാറ്റ് ഇറ്റ് ഈസ് അൺലൈക്ലി ടു ആക്ച്വലി എക്സിസ്റ്റ്. പിന്നെ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ നേഷൻ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പം എന്താണ് അവിടെ ഇല്ലാതാകുന്നത്? അവരെ ഭരിച്ചിരുന്ന ഓരോ സ്വേച്ഛാധിപതികളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് വരുന്നത്. അബ്സല്യൂട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ ഉണ്ട്. സ്വേച്ഛാധിപതികൾ എന്നാണ്. അബ്സല്യൂട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മൊണാർക്കിയാണ്. അതായത് അവരുടെ രാജ്യത്തിനെ എല്ലാം കൊണ്ടും അല്ലെങ്കിൽ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ്. അത് ഒരു മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു അധികാരത്തിനെയാണ് ഈ പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? ഫ്രെഡറിക് സോറിയോയുടെ സ്വപ്നത്തെക്കുറിച്ചാണ്. ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന വ്യക്തി 1848 ഒരു ചിത്രം വരച്ചു. ആ ചിത്രം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു. ആ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ആണ്. അങ്ങനെ ഈ സ്വപ്നത്തിൽ, ഈ വിഷ്വലൈസേഷനിൽ പറയുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കടന്നുപോയ രാജ്യങ്ങളുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് വരുന്ന രാജ്യങ്ങളുണ്ട്. ക്ലിയർ? ഈ വരുന്നവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നവർ അവരുടെ നാഷൻ്റെ ഫ്ലാഗ്, ട്രൈ കളർ ഫ്ലാഗ്, യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രൈ കളർ ഫ്ലാഗ് അവരുടെ കൈകളിലുണ്ട്. പിന്നെന്താണ്?
അവരങ്ങനെ പോവുകയാണ്. ഈ പറയുന്ന ഫ്രാൻസിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയുടെ കയ്യിൽ എന്തുണ്ട്? അവരുടെ ബ്ലാക്ക്, റെഡ് ആൻഡ് ഗോൾഡ് ഫ്ലാഗ് ഉണ്ട്. ആ സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ജർമ്മൻ ഒരു യുണൈറ്റഡ് നേഷൻ ആയിട്ടില്ല. മാത്രവുമല്ല ജർമ്മനിയിലെ ആളുകൾ പല തരത്തിലുള്ള സംസ്കാരവും പലതരത്തിലുള്ള ലാംഗ്വേജുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മീൻസ് നാട്ടുഭാഷ സംസാരിക്കുന്ന ആളുകളാണ് പലയിടങ്ങളിൽ ഉണ്ടായിരുന്നത്. ജർമ്മൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയാണ്, പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്നു. അതായത് ഈ ജർമ്മനീനെ അന്നൊരു നേഷൻ എന്ന നിലയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള പല ഭാഷ, പല കൾച്ചർ അങ്ങനെയായിട്ട് കിടക്കുന്ന ഒരു സമയമാണ് ജർമ്മൻ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ജർമ്മൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ജർമ്മനി അനുഗമിച്ചുകൊണ്ട് ഓസ്ട്രിയ, ദ കിങ്ഡം ഓഫ് ദ ടു സിസേഴ്സ്, ലൊംബാർഡി, പോളണ്ട്, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഹംഗറി ആൻഡ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പിന്നാലെ വരുന്നു. പിന്നെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഫ്രം ദ ഹെവൻ, ഹെവനിൽ നിന്ന് ക്രൈസ്റ്റ്, സെയിൻറ്റ്സ്, ഏഞ്ചൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫ്രെറ്റേണിറ്റി, സഹോദര്യത്തെയാണത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ എൻറ്റയർ ചാപ്റ്ററിൽ, ഈ എൻറ്റയർ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റാണ്, നമ്മുടെ ഫ്രെഡറിക് സോറിയോയുടെ സ്വപ്നത്തെക്കുറിച്ച്. ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു, ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നത് 19th സെഞ്ചുറിയോട് കൂടിയിട്ട് നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എമർജ് ചെയ്യാണ്. അത് പൊളിറ്റിക്കലായിട്ടും മെൻ്റലായിട്ടും കുറേ കാര്യങ്ങൾ, യൂറോപ്പിലുള്ള കുറേ കാര്യങ്ങളെ അത് മാറ്റുന്നുണ്ട്. പിന്നെന്താണ്, അവിടെ ഡൈനാസ്റ്റികളായിരുന്നു, പലതരത്തിലുള്ള ഡൈനാസ്റ്റികളാണ് ഭരിച്ചിരുന്നത്. അവരെയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഭാഷ, ഒറ്റ ബൗണ്ടറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഓരോ രാജ്യങ്ങളും വരുവാണ്. അതാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആരാണ് ഏൺസ്റ്റ് റണ്ണൻ എന്ന് വായിച്ചു നോക്കണം. ജസ്റ്റ് നിങ്ങളുടെ പേജ് നമ്പർ 4 സോഴ്സ് എയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഈ പുള്ളിക്കാരന്, ഈ ആള് എന്താണ്, അതിന് ലെക്ചർ ഡെലിവേർഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് സോർബോണിൽ 1882 നേഷനെ പറ്റി ഈ പറയുന്ന ഒരു ഏൺസ്റ്റ് റണ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, നേഷനെ വിമർശിച്ചുകൊണ്ടൊരു ഇത് നടത്തുന്നുണ്ട്. അതിൻ്റെ ലേഖനമാണ് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, വംശം, മതം, പൊതുപ്രദേശം കൊണ്ട് രൂപപ്പെടുന്നതെന്ന് മറ്റുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെയാണ് ഈ ലേഖനത്തിൽ ഏൺസ്റ്റ് റണ്ണൻ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ഭാഗം വായിച്ചു നോക്കുക. ദെൻ ഫ്രെഡറിക് സോറിയോയുടെ ചരിത്രം ഒന്നുകൂടി പറയുകയാണെങ്കിൽ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക ഭാഗങ്ങളിൽ ഉള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവരവരുടെ ഫ്ലാഗും എഴുതിക്കൊണ്ട് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടീനെ നേർക്ക് വരുന്നു. അതിനെ എന്ത് ചെയ്തു, ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോകുന്നു. അതിലെന്തില്ല, ഇനീക്വാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരു ലൈനായിട്ട് മാർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിലെന്താണ്, ഷോസ് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക, മെൻ ആൻഡ് വുമൺ, ഓൾ ആർ ഏജസ് ആൻഡ് സോഷ്യൽ ക്ലാസ്സസ് മാർച്ചിങ് ഇൻ എ ലോങ് ട്രെയിൻ. ക്ലിയർ? ഈ ഭാഗം മനസ്സിലായെന്ന് തോന്നുന്നു. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ് എന്ന് 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.